നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. T20 വേൾഡ് കപ്പിൻ്റെ തൊട്ടരികിൽ നിൽക്കുമ്പോൾ ഓരോ ടീമിൻ്റെയും സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ അറിയാൻ ആരാധകർക്ക് താല്പര്യമുണ്ടാകും. അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോ സീരീസ് ആരംഭിക്കുന്നു. സോട്ട് അനാലിസിസ്. ഓരോ ടീമുകളുടെയും സോട്ട് അനാലിസിസ് പ്രധാനപ്പെട്ട ടീമുകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇപ്പം നെമീബിയ, പാപ്പുവ ന്യൂഗിനിയ ഇങ്ങനെയൊക്കെയുള്ള ടീമുകളുണ്ടല്ലോ, അവരുടെ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല എന്നർത്ഥം. പക്ഷേ എല്ലാ പ്രമുഖ ടീമുകളുടെയും സോട്ട് അനാലിസിസ് നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യ എപ്പിസോഡിൽ വെസ്റ്റ് ഇൻഡീസിൻ്റെ സോട്ട് അനാലിസിസാണ് നമ്മൾ ചെയ്യുന്നത്. സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ്, ത്രെറ്റ്. ഇപ്പം IPL മുന്നോടിയായിട്ട് നമ്മൾ എല്ലാ ടീമിൻ്റെയും ചെയ്തിരുന്നു. സുഹൃത്തുക്കൾക്ക് അത് ഓർമ്മയുണ്ടാവും. അതുപോലത്തെ വീഡിയോ സീരീസാണിത്. ഏതായാലും ഇത്തവണ വെസ്റ്റ് ഇൻഡീസിലും USA T20 വേൾഡ് കപ്പ് നടക്കുന്നത്. അപ്പോൾ കോഹോസ്റ്റുമാരായിട്ടുള്ള വെസ്റ്റ് ഇൻഡീസിന് നല്ല സാധ്യതയുണ്ട്. അവർക്ക് അത്ര കിടിലൻ ടീമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 2 തവണ T20 വേൾഡ് കപ്പിൽ മുത്തമിട്ടിട്ടുള്ളവരാണ് കരീബിയൻ പട 2012-ലും 2016-ലും. ഇത്തവണ അവർ ഗ്രൂപ്പ് സിയിലാണ് വരുന്നത്. ഒരു ഗ്രൂപ്പിൽ 5 ടീമുകൾ, അങ്ങനെ 4 ഗ്രൂപ്പാണ്. ഈ സ്ട്രക്ചറൊക്കെ നമ്മൾ വിശദമായിട്ട് കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും അത് വിശദീകരിക്കുന്നില്ല. അപ്പോൾ വെസ്റ്റ് ഇൻഡീസ് ഇപ്പോൾ ഗ്രൂപ്പ് സിയിൽ പാപ്പുവ ന്യൂഗിനിയ, യുഗാണ്ട, ന്യൂസിലൻഡ്, അഫ്ഗാനിസ്ഥാൻ ഈ ടീമുകൾക്കൊപ്പമാണ് ഉൾപ്പെട്ടിരുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് നോക്കുക ഒരൽപ്പം ട്രിക്കിയാണ്. കാരണം ന്യൂസിലാൻഡ്, അഫ്ഗാനിസ്ഥാൻ, വെസ്റ്റ് ഇൻഡീസ് 3 മികച്ച ടീമുകളുണ്ട്. അതിൽ 2 ടീമുകൾ മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ. ഏതായാലും വെസ്റ്റ് ഇൻഡീസിന് സ്വന്തം മണ്ണിൽ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ തന്നെ ആരാധകർ കാത്തിരിപ്പാണ്. അവരുടെ സ്ട്രെങ്ത് തീർച്ചയായിട്ടും, അവരുടെ ബാറ്റിംഗ് ലൈനപ്പ്, വല്ലാത്ത പവർഫുൾ ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ലൈനപ്പാണ് വെസ്റ്റ് ഇൻഡീസിനുള്ളത്. അതിപ്പോൾ നോക്കുക, പവർ ഹിറ്റേഴ്സിൻ്റെ ഒരു കൂട്ടം അവർക്കുണ്ട്. റൈറ്റ് ഫ്രം ദി ടോപ്പ് നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ ജോൺസൺ ചാൾസ് മുതൽ അങ്ങോട്ട്, ബ്രണ്ടൻ കിങ്, പിന്നെ മധ്യനിരയിലേക്ക് വരികയാണെങ്കിൽ നിക്കോളാസ് പൂറൻ, ഷിംറോൻ ഹിറ്റ്മെയർ, അതുപോലെ ഷർഫൈൻ റുദർഫോർഡ്, റൗമൻ പവല്. മികച്ച ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഫിനിഷേഴ്സ് ഉണ്ട്. ആന്ദ്രെ റസൽ, റൊമാരിയോ ഷഫേഡ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഹ്യൂജ് സിക്സറുകൾ ലോഞ്ച് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഒരു പിടി ബാറ്റർമാരുടെ ഒരു കൂട്ടമാണ് വെസ്റ്റ് ഇൻഡീസിൻ്റെ ഒരു ബാറ്റിംഗ് ലൈനപ്പ് എന്ന് പറയേണ്ടി വരും. ഏത് ടീമിനെയും അവർക്ക് തച്ച് തകർക്കാനുള്ള ഡിസ്ട്രക്റ്റീവ് പവറുണ്ട്. പ്രത്യേകിച്ച് അവരുടെ നാട്ടിൽ കൂടിയാകുമ്പോൾ അതൊന്നുകൂടി കരുത്ത് കൂടും എന്ന കാര്യം ഉറപ്പാണ്. പിന്നെ അതോടൊപ്പം തന്നെ അവർക്ക് ഓൾറൗണ്ടേഴ്സ് മികച്ച രൂപത്തിൽ അവരുടെ ആർമറിയിലുണ്ട്. അപ്പോൾ അതും അവർക്ക് അവരുടെ ബാറ്റിംഗ് ഓപ്ഷനും ബൗളിംഗ് ഓപ്ഷനും ഡെപ്ത് വർദ്ധിപ്പിക്കും. ഇനി വീക്ക്നെസ് എന്ന് പറയുന്നത് അവരുടെ ബൗളിംഗ് ലൈനപ്പിൻ്റെ കാര്യത്തിലാണ്. അത്ര പണ്ടത്തെ വെസ്റ്റ് ഇന്ത്യൻ ടീമിൻ്റെ ശക്തി തന്നെ കരുത്തുറ്റ ബൗളിംഗ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല എന്നുള്ളതാണ് ദുഃഖകരമായിട്ടുള്ളൊരു സത്യം. ഇപ്പോൾ അൽസാരി ജോസഫ്, ഷാമർ ജോസഫ്, പിന്നെ ഒബെഡ് മെക്കോയ് ഇങ്ങനെയുള്ളവരൊക്കെയാണ് അവരുടെ മിക്സിലുള്ളത്. അപ്പം ഇവർക്കൊക്കെ റൺസ് ലീക്ക് ചെയ്യുന്നൊരു ടെൻഡൻസി ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ തന്നെ മികച്ച സ്പിൻ ബൗളിംഗ് ഓപ്ഷൻസും അവർക്ക് അത്ര അവൈലബിൾ അല്ല. ഇപ്പം അവരുടെ ഒരു സ്പിൻ ബൗളിംഗ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ അഖിൽ ഹുസൈൻ ഉണ്ട്, പിന്നെ റോസ്റ്റൻ ചേസ് ഉണ്ട്, അതുപോലെ തന്നെ ഗുഡാകേഷ് മോത്തി ഉണ്ട്. അപ്പം ഇവരാണ് അവരുടെ സ്ക്വാഡിലുള്ള അവൈലബിൾ ആയിട്ടുള്ള സ്പിൻ ഓപ്ഷൻ. ഇതൊന്നും ഇപ്പോൾ ഒരു വേൾഡ് ക്ലാസ് സ്പിൻ ഓപ്ഷനാണ് എന്ന് നമുക്ക് പറയാനും പറ്റില്ല. അപ്പോൾ ബൗളിങ് അവർക്കൊരു പ്രശ്നം തന്നെയാണ്. ഓപ്പർച്യൂണിറ്റീസിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ, അപ്പോൾ സ്ട്രെങ്ത് വീക്ക്നെസ് പറഞ്ഞ് ഇനി ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഫോമിലാണ് അവരിപ്പോൾ വരുന്നത്. അത് തുടരാനുള്ളൊരു അവസരം അവരുടെ മുന്നിലുണ്ട്. ഇപ്പം 3 മത്സരങ്ങളുടെ സീരീസ് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ക്ലീൻ സ്വീപ്പായിരുന്നു അവരുടേത്. ഹോം അഡ്വാൻറ്റേജിൽ സ്വാഭാവികമായിട്ടും ആ ഒരു ഫോമിൽ നിൽക്കുമ്പോൾ അവർക്ക് കൂടുതൽ മികവിലേക്ക് പോകാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് സമീപകാലത്ത് ICC ടൂർണമെൻറ്റുകളിൽ അവരുടെ ഒരു മാസീവ് ഡിസപ്പോയിൻമെൻറ്റ് നമ്മൾ കണ്ടതാണല്ലോ. അപ്പം കളിക്കാൻ പറ്റാതെ വന്നിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അങ്ങ് മാറ്റിമറിച്ച് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള കിടിലൻ ഓപ്പർച്യൂണിറ്റിയാണ് അവരുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇനി ത്രെട്ട് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അവരുടെ ബൗളിംഗ് അറ്റാക്കിൻ്റെ കാര്യത്തിൽ എക്സ്പീരിയൻസ് നഷ്ടപ്പെടുന്നത്. ഇപ്പം ജെയ്സൺ ഓൾട്ടർ ആയിരുന്നു അവർക്ക് എക്സ്പീരിയൻസ്ഡ് എന്ന് പറയാവുന്ന ഒരാൾ. പക്ഷെ അദ്ദേഹം റൂൾഡ് ഔട്ടായി. പകരം ഇഞ്ചുറി കാരണം അദ്ദേഹം റൂൾഡ് ഔട്ട് ആകുമ്പോൾ ഒബെഡ് മെക്കോയെ പോലുള്ള ഒരാളെ വെച്ചിട്ടാണ് അവർ റീപ്ലേസ് ചെയ്തത്.
സോ അതും അവർക്കൊരു പ്രശ്നമാണ്. ഓൾറെഡി വീക്കായിട്ടുള്ള ബൗളിംഗ് അറ്റാക്കിനെ ഒന്നുകൂടി വീക്കാക്കാൻ മാത്രമേ അത് സഹായിച്ചിട്ടുള്ളൂ. അത് അവർക്കൊരു ഭീഷണി തന്നെയാണ്. അവരുടെ ബൗളിങ്ങിൻ്റെ കാര്യത്തിൽ അവർക്ക് ആശങ്കകളുണ്ട് എന്നർത്ഥം. അപ്പോൾ ഇതാണ് അവരുടെ ഒരു SWOT അനാലിസിസ് നമ്മൾ പറയുകയാണെങ്കിൽ. ദെൻ അവരുടെ ഷെഡ്യൂളുകൾ നോക്കുകയാണെങ്കിൽ ജൂൺ 2 പാപ്പുവ ന്യൂഗിനിയക്കെതിരെ അവർ ഗയാനയിൽ വെച്ച് കളിക്കുന്നു. ദെൻ ജൂൺ 9 ഉഗാണ്ടയ്ക്കെതിരെ ഗയാന നാഷണൽ സ്റ്റേഡിയത്തിൽ തന്നെ അവർ കളിക്കുന്നു. ജൂൺ 13 ന്യൂസിലാൻഡിനെതിരെ ബ്രയാൻ ലാറ ക്രിക്കറ്റ് അക്കാഡമിയിൽ അവർ കളിക്കുന്നു. ജൂൺ 18 അഫ്ഗാനിസ്ഥാനെതിരെ ഡാരൻ സമി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ അവർ കളിക്കുന്നു. ഇതാണ് അവരുടെ ഗ്രൂപ്പ് ഘട്ടങ്ങളിലെ ഒരു ഷെഡ്യൂൾ വരുന്നത്. അവരുടെ പ്രഡിക്റ്റഡ് 11ലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ജോൺസൺ ചാൾസ്, ദെൻ ബ്രണ്ടൻ കിങ്, ഷായ് ഹോപ്പ്, നിക്കോളാസ് പൂറൻ, ഷിംറോൺ ഹെറ്റ്മെയർ, റൗമൻ പവൽ, ആന്ദ്രെ റസൽ, റൊമാരിയോ ഷെഫേർഡ്, അഖിൽ ഹുസൈൻ, അൽസാരി ജോസഫ്, ഷാമർ ജോസഫ്. എന്തായാലും മികച്ചൊരു സ്ക്വാഡ് തന്നെ ഉണ്ട്. അവരുടെ ബാറ്റിങ്ങിന്റെ കാര്യം നോക്കും, ബൗളിംഗ് ഒരൽപ്പം വീക്കാണെങ്കിൽ പോലും പക്ഷേ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉപയോഗപ്പെടുത്താൻ കഴിവുള്ള ബൗളർമാർ തന്നെയാണ്. അതുകൊണ്ട് സ്വന്തം മണ്ണിൽ ഇത്തവണ വെസ്റ്റ് ഇൻഡീസ് മറ്റെല്ലാ ടീമുകൾക്കും ഒരു ഭീഷണി തന്നെയാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫറൻസ് എഴുതാം.